കൊളംബോയിലെ കാത്തത്തുമ്പോ മേഖലയിൽ വിമത സംഘവും സായുധ സംഘവും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ സാധാരണക്കാരടക്കം 100-ലധികം പേർ കൊല്ലപ്പെട്ടു. 4 ദിവസത്തിനുള്ളിൽ ആയിരക്കണക്കിന് ആളുകളെയാണ് മാറ്റിപ്പാർപ്പിച്ചത്. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി മേഖലയിൽ കൂടുതൽ സൈനികരെ വിന്യസിപ്പിക്കുന്നുവെന്ന് കൊളംബിയ അറിയിച്ചു. രാജ്യത്ത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊളംബിയയിലെ ഏറ്റവും വലിയ സായുധ സംഘമായ നാഷണൽ ലിബറേഷൻ ആർമിയായ ELN-ഉം 2016-ൽ സർക്കാരുമായി സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെച്ച വിമത ഗറില്ല ഗ്രൂപ്പായ ഫാർക്കും തമ്മിലാണ് സംഘർഷം ഉടലെടുത്തത്. വെനസ്വേലയുടെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന മേഖലയിലെ കൊക്കെയിൻ വ്യാപാരത്തിന്റെ നിയന്ത്രണത്തിനായി നാഷണൽ ലിബറേഷൻ ആർമി സായുധ സംഘവും ഗറില്ല ഗ്രൂപ്പായ റെവല്യൂഷണറി ആൻഡ് ഫോഴ്സ് ഓഫ് കൊളംബിയയിലെ അംഗങ്ങളും തമ്മിൽ കാലങ്ങളായി മത്സരിക്കുകയാണ്. കൊല്ലപ്പെട്ടവരിൽ സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെച്ചവരും ഉൾപ്പെടുന്നു. 5000 സൈനികരെ ഇതിനകം അതിർത്തി പ്രദേശത്തേക്ക് വിന്യസിച്ചിട്ടുണ്ട്. 100 കണക്കിന് ആളുകൾ തിബു പട്ടണത്തിൽ അഭയം കണ്ടെത്തി. മറ്റു ചിലർ അതിർത്തി കടന്ന് വെനസ്വേലയിലേക്ക് പലായനം ചെയ്തു. മോട്ടോർ സൈക്കിളുകളിലും ബോട്ടുകളിലും ട്രക്കുകളിലും സാധന സാമഗ്രികളുമായി ആളുകൾ പലായനം ചെയ്യുന്ന ദൃശ്യങ്ങൾ ഇതിനോടകം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. സ്കൂളുകൾ അഭയാർത്ഥി കേന്ദ്രങ്ങളായി മാറി. ചില മേഖലകളിൽ ഭക്ഷ്യക്ഷാമം അനുഭവപ്പെടാൻ തുടങ്ങിയതായും റിപ്പോർട്ട് ചെയ്യുന്നു. ഫാർക്ക് നേതാക്കളെയും അവരുടെ കുടുംബാംഗങ്ങളെയും നാഷണൽ ലിബറേഷൻ ആർമി തട്ടിക്കൊണ്ടുപോവുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്നതായും റിപ്പോർട്ടുണ്ട്. തട്ടിക്കൊണ്ടുപോയവരിൽ ഭൂരിഭാഗവും സ്ത്രീകളായിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.